ഞാനിന്ന് ചക്ക ബജിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 10 ചക്കച്ചുള കുരുവും ചകണിയും എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നതാണിത്. ഇനി നമുക്കതിനുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് 1/2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗോതമ്പ് പൊടി, വെളുത്തുള്ളി ചതച്ചത്, അല്പം കരിയാപ്പില, അല്പം ഉപ്പ്, പിന്നെ കടലമാവ് ഒരു 3/4 കപ്പോളം കടലമാവും ചേർത്ത് 1/4 കപ്പ് ചേർത്ത് നമുക്കൊന്ന് ബാറ്റർ തയ്യാറാക്കണേ. ആദ്യം ഇവയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കണേ. അതിൻ്റെ കട്ടയെല്ലാം കളഞ്ഞ് ഇളക്കിയെടുക്കണം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ മതിയേ. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം കൂടിപ്പോയത് ഒത്തിരി ലൂസായി പോയ അഴുക്കാണ്. കുറേശ്ശെ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. എന്നിട്ട് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണേ കേട്ടോ. കട്ടയെല്ലാം ഉടച്ച് കളഞ്ഞ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തുകൊണ്ട് വരണം. ചക്ക ബജി എല്ലാവരും കഴിച്ചിട്ടില്ലായിരിക്കുമല്ലോ. കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണേ. ചക്ക കൊണ്ടുണ്ടാക്കിയതാണെന്നേ പറയത്തില്ല. ചൂടോടെ കഴിക്കാം. ടൊമാറ്റോ സോസും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അല്ലാതെ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിലും നല്ലതായിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അങ്ങനെ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാക്കിയിട്ട് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണേ. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. നമുക്ക് പാൻ ചൂടായി വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്നിട്ട് വേണം നമുക്ക് ഇത് ഓരോന്നും ഇടാൻ. ഇതിനകത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒത്തിരി താമസമൊന്നുമില്ല. ചക്കയല്ലേ പെട്ടെന്ന് വേകുന്നതാണേ. ചക്കയൊക്കെ കൂടുതലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ വേവിച്ച് കഴിക്കുന്നതിലും ടേസ്റ്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കഴിച്ചിട്ട് അതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഒന്നുണ്ടാക്കി നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണയൊന്നും ഒരുപാടൊന്നും ആകത്തുമില്ല. പെട്ടെന്ന് മൂത്ത് കിട്ടുമല്ലോ. വെളിച്ചെണ്ണയൊന്നും അധികം പിടിക്കുന്നതല്ലേ ഇതിന്. അങ്ങനെ എണ്ണ തിളച്ച് വന്നേ. ഇനി നമുക്കിത് ഓരോന്നും അതിനകത്ത് ഇടണം. അതിനായിട്ട് നമ്മൾ പിന്നെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കച്ചുള ഉണ്ടല്ലോ, ആ ചക്കച്ചുള ഈ ബാറ്ററെ മുക്കിയിട്ട് വേണം നമുക്ക് അങ്ങോട്ടിടാനേ. ഇപ്പോൾ മഴയെല്ലാം മാറി വെയിലെല്ലാം ഉറച്ചില്ലേ. അപ്പോൾ ചക്കയൊക്കെ ഉണങ്ങി വെക്കേണ്ടവർക്ക് വെക്കാം, ഉണങ്ങി പൊടിച്ച് വെക്കാം.
നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടി ഈ ചക്കപ്പൊടി കൂടി ഇട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോ കഷ്ണവും എടുത്ത് നമ്മൾ ഒരു ചക്കച്ചോള രണ്ടായിട്ട് മുറിച്ച് ഞാൻ എടുത്തതാണ്. അങ്ങനെ ഇത് ബാറ്ററി മുക്കിയിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തിടാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ പിന്നെ ലൂസായി പോകരുത്. ഇനി ഇതുപോലെ കുഴച്ചെടുക്കാവുള്ളൂ കേട്ടോ. ഒത്തിരി കട്ടിയാകരുത്, ഒത്തിരി ലൂസും ആകാതെ ആവശ്യത്തിന് പരുവത്തിന് നമുക്ക് മുക്കിയെടുക്കാവുന്ന പരുവത്തിനെ നമ്മൾ കുഴച്ചെടുക്കാവുള്ളൂ. ഇങ്ങനെ ഓരോന്നും നമുക്ക് ഇട്ടെടുക്കാവുന്നതാണ്. പെട്ടെന്ന് മൂത്ത് കിട്ടുവേ. നമുക്ക് തിരിച്ച് ഇടാൻ പറ്റുന്ന രീതിയിൽ ഇടാവുള്ളൂ. അടുപ്പിച്ച് ഒരുപാട് ഇടല്ല, പിന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പാടായിരിക്കും. നമ്മൾ ഇങ്ങനെ നമുക്ക് മറിച്ചൊന്ന് ഇടാവുന്ന രീതിയിൽ എടുക്കാവുള്ളൂ. പിന്നെ ചക്കമടൽ കൊണ്ടും ബജി ഉണ്ടാക്കാം. അതും നന്നായിരിക്കും. നല്ല കട്ടിയുള്ള ചക്കമടലുണ്ട്, അതുകൊണ്ടും ബജി ഉണ്ടാക്കാവുന്നതാണ്. കണ്ടോ, ഇത് പെട്ടെന്ന് മൂത്ത്. കണ്ടോ, ഇത്തിരി താമസമൊന്നുമില്ല, പെട്ടെന്ന് മൂക്കും. പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. അല്ലാതെ ചുമ്മാതെ കഴിക്കാനും നല്ലതാണ്. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോഴത്തെ വശം കൂടെ ഒന്ന് മൂത്തിടണേ. കരിഞ്ഞു പോകാതെ നോക്കണേ, പെട്ടെന്നാണ് മൂക്കുന്നത്. എന്നിട്ട് നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. ഹൈ ഫ്ലെയിമിലിടല്ലേ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നോക്കണം. പിന്നെ ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിടണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇടയ്ക്ക് നോക്കണം, മൂത്ത് വരുന്നുണ്ടോ എന്ന് നോക്കണേ. തിരിച്ചൊന്നിട്ട് നോക്കണം. ഒത്തിരി എണ്ണയൊന്നും ആകത്തില്ല, ഉണ്ടോ, ഒരുപാട് എണ്ണയൊന്നും ആകത്തില്ല. നമ്മൾ ഒഴിച്ച എണ്ണ അതുപോലെ ഇരിക്കുന്നു, അങ്ങനെ ഒത്തിരി എണ്ണയൊന്നും ആകത്തില്ല. അങ്ങനെ മൂത്ത് ഇനി എല്ലാം കോരിയെടുക്കണം. ഇത് ചക്ക കൊണ്ട് ചക്ക ബജിയാണെന്ന് ആരും പറയത്തില്ല കേട്ടോ. കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായമൊക്കെ പറയണേ. അങ്ങനെ ചക്ക ബജി റെഡിയായേ. അങ്ങനെ അടിപൊളി ചക്ക ബജി റെഡിയായി കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കണേ.